സൗഭാഗ്യമേകാ പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും
പിതാവും പുത്രനും പരിശുദ്ധരുകായുമായുള്ളവ ഞങ്ങളെല്ലാവരുടെ മേൽ നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. സഭയാം തിരുസഭയാമീ ഞാൻ അത്യുന്നതനുടെ മണവാട്ടി പാവന സഭ ചൊന്നിടുന്നു ഇന്ദ്രനീവൻ ഞാൻ ധന്യ വന്ദിക്കുന്നേൻ വന്നിന്നെ വീട്ടൊരു മണവാളൻ തന്നെ എന്നെ മാമോദീസായ ആത്മീയായുധമണിച്ച വിരലിന്മേൽ നെയ്രങ്ങൾ മോതിരമായൻ പേർക്കേകി ദുർഗമമാർഗങ്ങളിലൂടെ ചോരന്മാരെ കൂസാതെ യോർദാൻ നദിയിങ്കൽ ഞാൻ ചിന്നവനെ ജനമധ്യേ തേടി. സ്കീപ്പായാൽ ഞാൻ വേട്ടോളാം സുമുഖി സ്വാഗതമോതുന്നേ പാദനികേതം ഞാൻ പൂകി വിട്ടിടാഞ്ഞ റൂഹായേ. ദൈവത്താൽ നിധിയിരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ത്രീഭാരാവും പകലും നിങ്ങളുടെ കൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ കാത്തുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളെ കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കർത്താവേ നിനക്ക് സ്തുതി, പാപികളായ ഞങ്ങളുടെ കൃപ ചെയ്യുന്നു രാജാവേ നിനക്ക് സ്തുതി. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ഞങ്ങളെ രക്ഷിക്കൊള്ളണമേ. എന്തുകൊണ്ടാൽ രാജ്യം ശക്തി മഹത്വം എന്നേക്കുള്ളതാകുന്നു. ആമേൻ. നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ഞങ്ങൾ കർത്താവിനോട് കൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഗർഭമായി ഞങ്ങൾ കർത്താവെ സൃഷ്ടിയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധനികെ മർത്തമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം ഞങ്ങളുടെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ദൈവമായ കർത്താവേ, നിശ്ചയമായ വിരുന്നിന് വഴിവില്ലാത്ത മടവറയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെ ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിൽ എവിടെയും നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധരുമായിരിക്കും സ്തുതിയും സ്തോത്രം കരേറ്റുകയും ചെയ്യുമാറാകണമേ. ആദിമനീതി നരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാലി ദാസരെ വാഴ്ത്തേ ദേവാ ദയ ചെയ്തിടണമേ. ഔവയോടാദ
ദൈവം തൻ ബഹുകൃപയാലി ദാസരെ വാഴ്ത്തേ ദേവാ ദയ ചെയ്തിടണമേ. സാരയോട് പരാമീനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാലി ദാസരെ വാഴ്ത്തേ ദേവാ ദയ ചെയ്തിടണമേ. റഫ്കയോടി സഹാക്കിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാലി ദാസരെ വാഴ്ത്തേ ദേവാ ദയ ചെയ്തിടണമേ. രാഹേലോടു യാക്കോബിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാലി ദാസരെ വാഴ്ത്തേ ദേവാ ദയ ചെയ്തിടണമേ. ബാരക്കുമോ ബോല ബോല ബുറുവൽ റൂഹു ഖദീശ മിൻമൂലം വാദാമുൽമൂലം മുൽമീനാമി മിസ്രനിൽ യൗസേപ്പിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാലി ദാസരെ വാഴ്ത്തേ ദേവാ ദയ ചെയ്തിടണമേ. കാരുണ്യവാനായ ദൈവം തമ്പുരാനെ പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽവരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യ കൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധകായുമായുള്ളവയെ സന്തോഷോല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസനല്ല ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ആമീൻ. മോദിക്കട്ടെ പരം നാഥ ഹല്ലേലൂയ ഹല്ലേലൂയ. നിൻ ശക്തിയിലും രക്ഷയിലും നൃപതി നല്ലവരം മുമ്പേരവനേകി ഹല്ലേലൂയ ഹല്ലേലൂയ. മഹിമാവിൻ മുടിചൂടി തലയിൽ ബാരക്കുമോ ബോല ബോല ബറോവൽ റോവ ഖദീശ മിൻമൂലം വാദാമുൽമൂലം മുൽമീനാമി മണവറയേമേൽ സ്വർഗത്തിൽ സഭയിനി കാന്തൻ സ്ഥാപിച്ച വാഗ്ദത്തം പോൽ സ്വർഗമേവും സുൽത്താനന്മാർ ഹൈലേയർ കോസിവരേക്കാൾ നിന്നെ മേലാക്കി കുറിയിലായിസോ. Arghumonu sale kulan rahmi wagnuno min morion abe morium rahmono rahim melenu adarin tashbuto taudisom hedrokulosor mramoto bodlo botel aminois bugul suban mabuguledon നെസ്തുവേദനസേ മാർഗമോറുണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്ക് നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും മാലാഖമാതന്റെ സിംഹാസനത്തിൽ നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന അനാദിന്ത്യവചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ തോന്നി തിരുസന്നതിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യായമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും വേദരൂപജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ
ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴയ്ക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായിരിക്കുന്നവനും തന്റെ വല്ലുപത്വത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നതായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയോഗ്യമാകുന്നു. ബാറഖുമോർ ബുഗുൽഹുന്യമോ സ്വദഹായ സകല സ്വർഗീയ സേനകളും ഭയന്ന് വിറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ച് അഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണ്യമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസ്സീമമായ നിന്റെ ദയാലും നിസാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതിവാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമതയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദൈവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഈ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകിയവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്തു നയിച്ചുകൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭം ഉണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാംക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർദ്ധിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് കടച്ചു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസ്യത്തിൽ നിന്നോടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീഷ്ണതയുള്ളവരുമാക്കി തീർക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുന്നവരുമായി തിരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളെ ഞങ്ങളുടെ മരിച്ചവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. അവിടുന്ന് ആ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. ഹോശോം വബുകുലസ്ബാലവൽമീനാമീൻ ബാർഖുമോർ മെനാലോഹോൻ കാബൽ ഗുസൈദോ ബെശുബ്കോനോ ദത്തോഹേം ബത്രൈഹും ഉൽമേലോലം ഉൽമീൻ. സുന്ദരികളിൽ അതിസുന്ദരി നീ, ജാതികളിൽ സോനോ നൃപതി സലോമോൻ വിമല സഭേ
നിന്നെ നാളിപ്പോ നിന്നധരങ്ങൾ മധുവർഷിക്കുന്നു വസന സുഗന്ധം നീസാ കുസുമസമം സഭയെ സകലവിധം സുമുഖി നീ കരതീണ്ടാത്തോ ശ്രീവായി വന്നിപ്പതിന രാജാവം ശ്രീഹ ഹാലേലൂയ കാക്കുന്നു ഇന്നേ ബാരക്കുമോ Subhola bola brove roho kadisho ഹല്ലേലൂയ ഉണരീന പരമോന്നതന ദൈവത്തെ വാഴ്ത്തും നീവൾ പറവയോടൊപ്പം താൻ സർവസംഗീതത്തിൽ ദാവീദിന്റെ കിന്നരവും പേറി അവളീരയരോടൊപ്പം പാടുന്നു 150 കമ്പികളിലും തമ്പുരുവാദ്യത്താം അവളുടെ യോനെ വാഴ്ത്തിയിടും നൂനകങ്ങളിലെങ്ങും ഹല്ലേലൂയ കൃപ വർഷിച്ചിടാം. കൊത്തിനെ പട്ടണത്തിൽ കല്യാണ വിരുദ്ധനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ മേൽത്തരമേഞ്ഞായി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹിക്കും സാക്ഷാത് സത്യമണവാളിനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന്റെ മുമ്പാകെ തലകുനിച്ച് നിൽക്കുന്ന ഈ ദാസരെ ഈ സുഗന്ധധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദയയും നിറഞ്ഞതായ നിന്റെ വലതു കൈ ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെ ഇവരെ യോഗ്യരാക്കണമേ. ഞങ്ങളെ ഇവരും നിന്റെ വലത്ത് ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതിയും സ്തോത്രം കരേറ്റുകയും ചെയ്യുമാറാകണമേ. ആമേൻ. പൗലോസ്ലീഹ ചൊൽകെ ദൈവം നിങ്ങളെ ഞങ്ങളറിയിച്ചവയും നെതിരായാരാനും ചൊന്ന മാനവനെങ്കിലുമാതൂതൻ താനേൽക്കും സഭയിൻ ശാപം പലതരമുപദേശങ്ങളോ ആരിമുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം അവസാനിപ്പിപ്പോ പരിശുദ്ധനായ പൗലോസ്ലീഹായ കരുതിയ ലേഖനത്തിൽ പാർക്കുമോ സ്നേഹായുടെ സ്തുതിയും നമ്മുടെ മേൽ തന്റെ കരുണയും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ശിവശിഹായുടെ നാമത്തിൽ സർവത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവിൻ. മിശിഹായുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവിൻ. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ മിശിഹ സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മിശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരോ മിശിഹാ തൻ്റെ സഭയെ സ്നേഹിക്കുകയും
അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിയോ മറ്റ് കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതീക്ഷിക്കുന്നതിന് അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നു. ഇതിനു വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദേഷിക്കുന്നില്ലല്ലോ. പിന്നെ മിശിഹാസഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പ്രേഷിപ്പിക്കുകയും അതിനു വേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസിരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടുകൂടിയ വ്രതമ കൽപ്പനയാകുന്നു. ആമീനായി പാർക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ മോദിക്കട്ടെ പരനാഥ നിൻ ശക്തിയിലും രക്ഷയിലും നൃപതി. ഹല്ലേലൂയ. നടക്കത്തോടും വേത്തോടും വണക്കത്തോടും ചെവിയോടത്തും നമ്മുടെ മുമ്പ് വായിക്കപ്പെടുന്നു നമ്മുടെ കർത്താവ് ശമിശിഹായുടെ പരിശുദ്ധ എവങ്കേലിയോൻ ദൈവത്തിൻ്റെ ജീവനുള്ള അറിയിപ്പിൻ്റെ വചനങ്ങളെ നാം കേൾക്കണം. അവിടുത്തെ ആത്മാവിനോട് കൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. അവന്റെ വന്നവനും വരുവാതിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ചവന് സ്തുതികളും നാം എല്ലാവരുടെയും മേൽ തന്റെ കരുണയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റു പറയുന്നു. മറക്കുമോർ ഈ വചനങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ ശേഷം യേശുതമ്പുരാൻ ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട യോർദ്ദാന്റെ മറുകരയിൽ യഹൂദയുടെ അതിർത്തിയിലെത്തി ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പ്രീശന്മാരടുത്ത് ചെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തിന് തൻ്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടികർത്താവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചു എന്നുമായതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ അദ്ദേഹത്തോടെ എങ്ങനെയെങ്കിലും മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു,
വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വന്തം ഭാര്യ ഉപേക്ഷിച്ച മറ്റൊരുത്തിയെ പരിഹരിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും അപ്രകാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോടെ ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പരസ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം അവരോട് കൽപ്പിച്ചു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനത്തിന് ശക്തരല്ല. എന്തുകൊണ്ടെന്നാൽ തങ്ങളുടെ മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് തന്നെ ഷണ്ണന്മാരായി ജനിച്ചിട്ടുള്ള ഷണ്ണന്മാരുണ്ട്, മനുഷ്യരാൽ ഷണ്ണന്മാരാക്കപ്പെട്ടിട്ടുള്ള ഷണ്ണന്മാരുണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കി തീർത്തിട്ടുള്ള ഷണ്ണന്മാരുണ്ട്. ശക്തനാകുവാൻ കഴിയുന്നവൻ ശക്തനാകട്ടെ എന്ന് നമ്മുടെ കർത്താവ് താൻ കൽപ്പിച്ചാരളി ചെയ്തു. പാറക്കുമോർ ഉശൈനോ ലകുൽ കണ്ടപ്പോ അമ്പിളി തുല്യം ക്രമമായി നിന്നെ അഖിലാധിപന നിൻ പ്രാഗൽഭ്യത്തെ വിധി പോൽ ഘോഷിച്ചു. ബർഖുമോ മുബാർക്കീനേനൂൻ വംശമലേൻ ക്ലീലേഹലേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന ശിരസ്സുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. ബാർഖുമോർ ഭസ്മോദാബോ ഉദാബ്രോം വദുറോഹയോ കാദിശോം ഹാദിസൈഹൂൻ ലവലവൽ വാനിന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു. മണവാളനെ ആചാര്യൻ അണിയിക്കും മകുടം രമ്യ. വൈദിക സിംഹാസന്മാർ കമ്പാലിംബം നൽകാൻ മുടിയായി മണവാളനും മണവറയായി മണവാട്ടിക്കും. ക്ലീലോബീദേതുമോറാൻ മെൻസ്മായോ സോയാഹ്നോഹേസ് ലഹസ്നോയോയേ ക്ലീലോ കഹനോ സോയേ മകുടം പാരം രുചിരം കർത്തനാൾ ഘോഷിച്ചിറക്കും കൗതുകമേറും കിരീടം മണവാളൻ താൻ ശിരസിൽ ആചാര്യൻ ചൂടിക്കുന്നു. ശാശ്വതസാരാധീശ സത്യമണാല ശീഘ്രം സവിധമണങ്ങീടണമേ സതതം സന്തോഷിക്കാം. കർത്താവ് നിന്നെ നീതിൻ കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങൾ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കും എതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. വാനിന്നുടയോൻ കയ്യാൽ
മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയാചാര്യൻ അണിയിക്കും മകുടം രമ്യം. വൈദിക Mensmayo soyagnohes Likal soyo eklilo Kohano soyembrisho മഹിതാചാര്യൻ ദമ്പതികൾ രചിതം മകുടം പാരം രുചിരം കർത്തനായി ഘോഷിച്ചിറക്കും കൗതുകമേറും കിരീടം മണവാട്ടിയുടെ ശിരസി ആചാര്യൻ ചൂടിക്കുന്നു. മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോടു സദൃശം മണവാട്ടിയുടെ മകുടം സതിമാർമുടിയോടു സദൃശം. നീതിയും കിരീടവും ക്ഷീഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവ് തന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതികരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്കിടയാക്കുകയും ചെയ്യട്ടെ. ശുഭചിഹ്നം പാം ശ്രീബാ വിജയക്കൊടിതാം ശ്രീബാ നമ്മെ രക്ഷിച്ചിടും ശ്രീബായി പുകഴുന്നു നാം. ശ്രീബോഷാദം ശീലോ ശ്രീബോധി സദശോ ഓസോ ശ്രീഭഗദേവോ ശ്രീകീരാ മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മിശിഹ യഥാർത്ഥമായ തന്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുന്നിലിടട്ടെ. മിശിഹാത്തിന്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലുത് കൈവന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടെ ഇരുന്ന ആകൽ കർസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ സൂയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു വരികി ഭൂമിയിൽ നിറവേനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോക്കിനും മക്കൾക്കുമായി നൽകിയതായ ആ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തിന്റെ പനിമഞ്ഞു ഭൂമിയിൽ ബാധിപ്പിക്കുന്ന സർവ്വസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടമാചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹവും നിങ്ങളിലും മുട്ടക്കാട് കൈകളാൽ നിങ്ങളുടെ തലയിൽ നിന്ന് വയ്ക്കപ്പെട്ടതായ ഈ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മുഖത്തും പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യ അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയ ഒരു പാപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. ഇസ്രായേലിനെ കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്തവനായി
സീനായി മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി കരേറ്റാം. ഏതൻ തോട്ടം നട്ടോനേ, നീയണിഞ്ഞുവ മണവാളൻ, നിൻ പേർക്കായി വിശിച്ചിടുക കുളിർത്തങ്ങൾ. കേട്ടപ്പോൾ കണ്ണു തെളിഞ്ഞാനന്ദിച്ചേ. ആർദ്രത നിറയും വാതിൽ തുറന്നീ, പ്രാർത്ഥന കേട്ടി ആത്മാക്കളിൽ ഉണ്ടാകേ. ഇവരുടെ കാലം ശുഭമാകേ. സ്തുതി പാടാൻ പിന്നരമേന്തി സ്തോത്രം കർത്താവേ, ഇവരുടെ വായ്കളിൽ പാഴ്ത്തിയിടേണം. കേട്ടിട്ട് പ്രാർത്ഥന കേട്ട് ആത്മാക്കൾ വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും തൽപരരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. അത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെയും സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള ഏവൻഗേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിന്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പിൻ. ഹൃദയ വിചാരങ്ങളെ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവന്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ, ഈ സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാരിലും ശമാസന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമർത്ഥമായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതിയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യകുമാർത്ത അറിയാമന്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളിൽ കർത്താവായ യേശുമിശിഹായുടെ വലതു കൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്കെല്ലാവർക്കുമായിട്ടാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പിൻ. ഇവൾ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് സംയോജിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. അവൻ നഗ്നനായിരുന്നാലും അവൾക്ക് ധരിപ്പാൻ നൽകണം. തന്റെ പ്രാണനെ പോലെ അവൾ അവനോട് വർത്തിക്കണം. അവൻ വിശന്നിരുന്നാലും അവൾക്ക് ഭക്ഷണം നൽകണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കുവാൻ നൽകണം. അവളും ന്യായമായ പ്രകാരം അവന്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു.
എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി അവൾ അവൻ്റെ അടുക്കൽ വർദ്ധിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടാത്തമായ സ്ഥലത്തിന്റെയും സൃഷ്ടാവായ സത്യായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സർവ്വലോകങ്ങൾക്കും മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യാദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സ്വരാത്തിൽ പിതാവിനോട് സമത്തോളവനും തന്നെ സ്ഥലവും നിർമ്മിക്കപ്പെട്ടവനും ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷിക്കാൻ വേണ്ടി തിരുമേതായ പ്രകാരമോ സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവം മാതാവ് വിശുദ്ധ കന്യമറിയാമിൽ നിന്നും ശരീരമായി തീർന്നു. മനുഷ്യനായ പുന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറക്കപ്പെട്ടു, കഷ്ടത അനുഭവിച്ച് മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തൻ്റെ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെ ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്ലീഹന്മാരും അതിൽ സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള യേറുകയിലും കാതോലികവും ശ്ലോകയുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. ഭക്തർ പുകഴ്ച ഭാജനമേ രുതേ മാതാവേ Patras Paulos Udaganamil Arishal Mare Ningal Adigalayum Tankobatim Adigalayum Gurielaison Moran Israham Elen Moran Israham Elen Moran and Dragam Elen Shivalok Moran Shivalok Moran Shivalok Sabrala Marak Mor Sogasan Jangal Pidave Prishamakabraname, Indraji Braname, Military Surutri Pole, Bhuminagame, Yamal Kosmula Haru Nilgraname, Yangal Karu, Yamal Shimsibole, Yangal Papa, Shikame, Parichini, Police Together. മറിയുമേ നിനക്ക് സമാധാനം. ഞങ്ങൾ കർത്താവിനോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി ഞങ്ങൾ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായും സ്തുതിക്കുകയും ഭർത്തമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴിപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തിന്റെ യേശുവേ ആമേൻ. ദൈവ തിരുനാമത്തിൻ്റെ മകത്ത് ഏറ്റവും ആദരണീയരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, കർത്താവിന് അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരി സഹോദരങ്ങളെ, അലൻ്റെയും ചിഞ്ചുവിൻ്റെയും വിവാഹത്തിൻ്റെതായിരിക്കുന്ന ഈ സുദിനത്തിൽ ഈ മക്കൾ ഒരു കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവരിൽ ആവസിച്ച് ജീവിത അന്ത്യം വരെയും മറ്റുള്ളവർക്ക് മാതൃകാപരമായിരിക്കുന്ന കുടുംബജീവിതം നയിക്കുവാനുള്ളതായ ശക്തി ദൈവം തമ്പുരാൻ ഇവർക്ക് നൽകട്ടെ എന്ന് ബലഹീനരായിരിക്കുന്ന ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിച്ച ഈ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ജീവിതം ആരംഭിക്കുമ്പോൾ തീർച്ചയായും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കുമ്പോൾ പലതരത്തിലുള്ളതായ
പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ജീവിതം ആരംഭിക്കുമ്പോൾ സ്വന്തം മാതാപിതാക്കന്മാരെ പോലെ തന്നെ ജീവിത പങ്കാളിയുടെ മാതാപിതാക്കന്മാരെയും ബന്ധുക്കളെയും കാണുന്നതിനും എല്ലാവരോടും സ്നേഹത്തോടും മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിരിക്കുന്ന കുടുംബജീവിതത്തിൻ്റെ ഉടമകളായി തീരുവാൻ തക്കവണ്ണം ഇവർക്ക് ദൈവം തമ്പുരാൻ ഭാഗ്യം കൊടുക്കേണ്ടട്ടെ എന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും പൂർവിക പിതാക്കന്മാരായിരിക്കുന്ന അവരുടെ ജീവിതം നമുക്ക് മാതൃകയാക്കി മുന്നോട്ട് നയിക്കുവാനുള്ളതായ എല്ലാ കൃപകളും സർവശക്തൻ ഇവർക്ക് നൽകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ഈ മക്കളുടെ കുടുംബജീവിതത്തിൽ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിച്ച് ജീവിതം അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായും മറ്റെല്ലാ പ്രതികൂല സാഹചര്യത്തെയും അതിനെ അതിജീവിക്കുവാനുള്ളതായ ശക്തി ഇവർക്ക് ലഭിക്കും. പ്രാർത്ഥനയും അതുപോലെ തന്നെ ഉള്ളതായിരിക്കുന്ന ജീവിതത്തിലെ വിശുദ്ധിയോടുകൂടെയുള്ളതായ ജീവിതം നമ്മൾ നയിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബജീവിതം അത് ഭദ്രമായിരിക്കും എന്നുള്ളതിൻ്റെ യാതൊരു സംശയവുമില്ല. എല്ലാ വൈദികരുടെയും പേരിലുള്ളതായിരിക്കുന്ന ആശംസ ഈ മക്കൾക്ക് നേർന്നുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വാത്സല്യമുള്ളവരെ, വിവാഹുദാശ ഇവിടെ അവസാനിക്കുകയാണ്. വിവാഹുദാശയ്ക്ക് നേതൃത്വം നൽകിയ അനുഗ്രഹിച്ച നമ്മുടെ ശ്രാപ്പള്ളിയമ്മൻ വിഹാരി ആയിരുന്ന അച്ഛൻ, അതുപോലെ നമ്മുടെ ഇടവേള അനുഗ്രഹമായിരിക്കുന്ന നമ്മുടെ റജിച്ചനും പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. അതിനും ചിഞ്ചും ഇന്ന് വിവാഹിതരായിരിക്കുകയാണ്. വ്യത്യസ്ത ദേശങ്ങളിൽ, വ്യത്യസ്ത സംസ്കാരത്തിൽ, വ്യത്യസ്ത ഭവനങ്ങളിലായിരുന്ന ഈ മക്കളെ ഇത് ദൈവം കൂട്ടിയോജിപ്പിച്ചിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ദേവാലയവുമായി വളരെയേറെ അടുപ്പവും എല്ലാ ആധ്യാത്മിക രംഗങ്ങളിലും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കുടുംബം. അതിനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി ചാപ്പലിലെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് എല്ലാവിധ ആത്മീയമായ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു നല്ല ദൈവഭക്തനായ മകനാണ്. തിരുവനന്തപുരത്ത് ജോലി ആയിരിക്കുമ്പോഴും ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്ക് മുടക്കം വരാതെ തക്ക സമയത്ത് വന്ന് ദേവാലയത്തിലെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം മുൻപിൽ നിന്ന് പ്രവർത്തിക്കുന്നത് നന്ദിയോടെ ഓർക്കുകയാണ്. ഇന്ന് ഇവർ വിവാഹിതരായിരിക്കുമ്പോൾ ഒരു പുതിയ യാത്രയുടെ തുടക്കം ആരംഭിക്കുകയാണ്. സുന്ദരവും ധീരവുമായ ഒരു യാത്രയുടെ ആരംഭം എവിടെ വെച്ച് കുറിക്കുകയാണ്. സാഹസികരായിരിക്കുന്ന സഞ്ചാരികളെപ്പോലെ സ്നേഹത്തിൻ്റെ കൊടുമുടി കീഴടക്കുവാനുള്ള ഒരു യാത്ര ഇപ്പോൾ ഇവിടെ ആരംഭിക്കുമ്പോൾ പലവിധമായിരിക്കുന്ന പ്രതിസന്ധികളും പ്രതികൂലതകളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതെല്ലാം അതിജീവിക്കുവാൻ തക്കവണ്ണം ദൈവം അവർക്ക് ശക്തിയും ദൈവകൃപയും നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഇവർ രണ്ടുപേർക്കും തുല്യ പദവി, തുല്യ അധികാരം ഞങ്ങളിവിടെ നിന്ന് കൊടുക്കും എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും 50-50 എന്ന ആ തുല്യ പദവി നമ്മൾ കൊടുക്കുമ്പോൾ ചില സാഹചര്യങ്ങളിൽ എൻ്റെ തീരുമാനം 60-70 മാറും. അങ്ങനെ 60-ലേക്കോ 70-ലേക്കോ അതിൻ്റെ തീരുമാനം മാറുമ്പോൾ ചിഞ്ചു 30-ലേക്കോ 40-ലേക്കോ മാറണം. എത്ര വന്നാലും 100 കവിയാൻ പാടില്ല. ചിലപ്പോൾ ചിഞ്ചുവിൻ്റെ ജീവിതത്തിലെ ആലോചനയിലെ തീരുമാനങ്ങളിൽ 70-ലേക്ക് കടക്കുമ്പോൾ അതിൻ 30-ലേക്ക് മാറണം. 70-30-100 അങ്ങനെ 100 കവിയാത്ത ജീവിതം പരസ്പരം സാഹചര്യങ്ങൾക്കനുസരിച്ച് വിട്ടുവീഴ്ചകൾ ചെയ്ത് നല്ല ഒരു കുടുംബജീവിതം നയിക്കുവാൻ ദൈവം ഇവർക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഇവർക്ക് ഈ സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് പോൾസ് കത്തീഡ്രൽ പള്ളിയുടെ പേരിലുള്ളതായ ആശംസകൾ അർപ്പിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ ഭക്തസംഘടന പ്രവർത്തകർ, എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ എല്ലാവിധമായിരിക്കുന്ന മംഗള ആശംസകൾ നൽകുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സത്യമണാള സുന്ദരനെ പ്രിയനാഥനേ
സദയമിഹേ എഴുന്നള്ളുക നീ പ്രിയ കാന്തയെ വേൾക്കാൻ. സത്യമണാള സുന്ദരനെ പ്രിയനാഥനെ സദയമിഹേ എഴുന്നള്ളുക നീ പ്രിയ കാന്തയെ വേൾക്കാൻ. മുല്ലമലരുകളിൽ നറുമണമുള്ളൊരു ലജ്ജിതേ മണവാട്ടി സഭയെ വരൂ നീ അവനോട് ചേർന്നിടുവാൻ. മാൻമിഴികളിലൂറും മാണിക്യങ്ങളെ നീക്കി മണവാട്ടി സുമുഖി സുന്ദരി തിരുസഭയെ നീ വന്നാലും അഗ്നിസമൻ അതിശോഭിതനാം മശിഹാമിൻ മണവാളൻ അവനോടു ചേരൂ കന്യകയെ നീ ധന്യയതാം നൂനം. അഗ്നിസമൻ അതിശോഭിതനാം മശിഹാമിൻ മണവാളൻ അവനോടു ചേരൂ കന്യകയെ നീ ധന്യയതാം നൂനം. സത്യമണാള സുന്ദരനെ പ്രിയനാഥനെ സദയമിഹേ എഴുന്നള്ളുക നീ പ്രിയ കാന്തയെ വേൾക്കാൻ. സത്യമണാള സുന്ദരനെ പ്രിയനാഥനെ സദയമിഹേ എഴുന്നള്ളുക നീ പ്രിയ കാന്തയെ വേൾക്കാൻ. മുല്ലമലരുകളിൽ നറുമണമുള്ളൊരു ലജ്ജിതേ മണവാട്ടി സഭയെ വരൂ നീ അവനോട് ചേർന്നിടുവാൻ. മാൻമിഴികളിലൂറും മാണിക്യങ്ങളെ നീക്കി മണവാട്ടി സുമുഖി സുന്ദരി തിരുസഭയെ നീ വന്നാലും മാൻമിഴികളിലൂറും മാണിക്യങ്ങളെ നീക്കി മണവാട്ടി സുമുഖി സുന്ദരി തിരുസഭയെ നീ വന്നാലും അഗ്നിസമൻ അതിശോഭിതനാം മശിഹാമിൻ മണവാളൻ അവനോടു ചേരു കന്യകയെ നീ ധന്യയതാം നൂനം. അഗ്നിസമൻ അതിശോഭിതനാം മശിഹാമിൻ മണവാളൻ അവനോടു ചേരു കന്യകയെ നീ ധന്യയതാം നൂനം. സത്യമണാള സത്യമണാള സുന്ദരനെ പ്രിയനാഥനെ സദയമിഹേ എഴുന്നള്ളുക നീ പ്രിയ കാന്തയെ വേൾക്കാൻ. പ്രിയ കാന്തയെ വേൾക്കാൻ. പ്രിയ കാന്തയെ വേൾക്കാൻ. ആ
ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം. ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം. നവദമ്പതികളെ മംഗളാശംസകൾ. നവഭവനം പണിതീടാം മംഗളാശംസകൾ. നവദമ്പതികളെ മംഗളാശംസകൾ. നവഭവനം പണിതീടാം മംഗളാശംസകൾ. ദൈവം ചേർത്തു തന്ദയയാൽ പുതിയ കുടുംബമായി ദൈവം വിളിക്കുവോ